ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്ക്ടേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് വന്നു കേട്ടോ. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു. പിന്നെ ചെറിയൊരു വയ്യാകിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഒരു കപ്പ് മൈദ ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മൈദയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി അതിന് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഡാർക്ക് കൊക്കോ പൗഡർ അല്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ളത് ഹെർഷീസിൻ്റെയാണ്. അപ്പോൾ ഞാനതാണ് ഉപയോഗിക്കൽ. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. എന്നിട്ട് അതൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ്. 3 വട്ടം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് മുട്ടയുടെ മണം പോകാനാണ് കേട്ടോ. അത്യാവശ്യം നന്നായി പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത്, അതായത് മുട്ട ബീറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ പ്രീ ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓവനിലാണെങ്കിൽ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്യുക. അതായത് 175 ഡിഗ്രിയിലാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യുന്നത് 10 മിനിറ്റ്സ്. സാധാരണ ചിലവർ 180 ഡിഗ്രിയിലായിരിക്കും സെറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുക, പ്രീ ഹീറ്റ് ചെയ്യുക. അതുപോലെ ചീനച്ചട്ടിയിലോ കുക്കറിലാണെങ്കിൽ 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഓവർബീറ്റ് ചെയ്യരുത്. എഗ്ഗ് ഓവർബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകും. ഈ ഒരു റെസിപ്പിയിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് അതാണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓവർബീറ്റ് ആയി പോയി എഗ്ഗ്. അതുകൊണ്ട് തന്നെ നടുഭാഗം കുഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചില റെസിപ്പിയിൽ എഗ്ഗ് ഓവർബീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ സ്പോഞ്ചി ആയിട്ട് അല്ലെങ്കിൽ വെൽവെറ്റി ടെക്സ്ചറിൽ നമുക്ക് ആ സ്പോഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ബീറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കി കൊടുക്കാം. ചില ആൾക്കാർക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഹൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ്, അതായത് ആദ്യം തന്നെ പാലും ഓയിലൊക്കെ ഒരുപാട് ചേർത്തിട്ട് കേക്ക് മിക്സ് ചെയ്യരുത്. ഏറ്റവും അവസാനം മാത്രം പാല് ചേർക്കുക. ആദ്യം ഇപ്പം നമ്മൾ ചേർത്ത പോലെ 3 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം പാൽ ഇപ്പോഴൊന്നും ചേർക്കരുത്. അത്യാവശ്യം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാല് ചേർക്കുക. ഇനി അതല്ല, പാല് ചേർത്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ പൗഡർ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുക. പിന്നെ അടുത്ത ബാച്ച് പൗഡർ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. പിന്നെ അടുത്ത സ്പൂണ് പാല് ചേർക്കുക. അങ്ങനെ വേണം ചേർക്കാനായിട്ട്. ഏറ്റവും അവസാനം പൗഡർ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സാണ് ചേർക്കേണ്ടത്. ഏറ്റവും അവസാനം ലിക്വിഡ്, അതായത് പാല് ചേർക്കുകയാണെങ്കിൽ കേക്ക് ബാറ്റർ താന്നു പോകാനുള്ള സാധ്യതയുണ്ട്, ഹാർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ടാപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസ് പോകും. ഇനി ഇതൊരു 175 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഗനാഷ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ്, ഒരു 25-30 സെക്കൻഡ്. അല്ലാത്തവർ അടുപ്പിലേക്ക് നേരിട്ട് തന്നെ പാനിലിട്ട് വെച്ചാൽ മതി. ഇനി അതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് മെൽട്ടായിട്ടുണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. എങ്കിലും അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഇതാ കണ്ടോളൂ, നടു ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞിങ്ങനെ കണ്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, എഗ്ഗ് ഓവർ ബീറ്റ് തന്നോട്ട് കുഴിയോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും, കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഓവർ ബീറ്റ് ചെയ്യരുത് എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി കേക്ക് സോക്ക് ചെയ്യാനായിട്ട് 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിച്ചതാണ്. 1/2 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര മാറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഗനാഷ് ഇതിൽ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. മാത്രമല്ല ഇടയിലൊക്കെ നമ്മൾ നമ്മുടെ കിറ്റ്കാറ്റ് ചേർത്തിട്ടാണ് നമ്മൾ കേക്ക് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി പഞ്ചസാര കുറച്ചതാണ് കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് മധുരത്തിനനുസരിച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്റ്റിഫ് പീക്ക് കിട്ടുന്നവരെ ബീറ്റ് ചെയ്യുക. എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കറക്റ്റായിട്ട് സ്റ്റിഫ് പീക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാനായിട്ട് 3-4 ടെക്നിക്ക് ഞാൻ പറയുന്നുണ്ട്. അത് മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ വിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്യണം. ഓവറായിട്ട് വേണ്ട, ഓവറായി കഴിഞ്ഞാൽ അടിക്കോടെ ഇങ്ങനെ ഒഴുകി വരും, അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ പിളിന്നിരിക്കും കഴിക്കാനായിട്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇതിപ്പോൾ അത്യാവശ്യം ചേർക്കണം, അതായത് സിറപ്പ് നന്നായി ചേർക്കണം. കാരണം നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് എപ്പോഴും എന്നുള്ളൊരു പ്രശ്നമാണ്, ഡ്രൈ ആയിരിക്കും എപ്പോഴും. നമ്മുടെ വാനില സ്പോഞ്ചിനെക്കാട്ടിലും ഡ്രൈ ആയിരിക്കും, അത് കോക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ക്രീം അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ, ഗനാഷ് വേണമെന്നൊന്നുമില്ല, ചെറിയൊരു ഡാർക്ക് കൊക്കോ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഈ ക്രീമിലേക്ക് നന്നായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കിറ്റ്കാറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 100 രൂപയുടെ 3 പാക്കറ്റാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 100 രൂപയുടെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൽ 7 എണ്ണം ഉണ്ടാവും. അതായത് 15 രൂപയുടെ കിറ്റ്കാറ്റ് 7 എണ്ണം ഒരു 100 രൂപയുടെ പാക്കറ്റിലുണ്ടാവും. അങ്ങനെ 20 കിറ്റ്കാറ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ഇനി അടുത്ത ലെയറിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് 1 കിലോ ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ, അതായത് കിറ്റ്കാറ്റൊക്കെ റൗണ്ടിൽ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും 1.5 കിലോ അടുത്ത് നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് ഉണ്ടാവും. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിങ് കൊടുക്കുക. ഞാൻ പക്ഷേ ഒറ്റയടിക്ക് ചെയ്യുകയാണ്, കാരണം എനിക്ക് സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ക്രം കോട്ട് ചെയ്യാനൊന്നും ഫ്രിഡ്ജിൽ വെക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് കേക്ക് ഐസിങ് ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് തിക്കായിട്ട് സൈഡിൽ ക്രീം ഇടുന്നില്ല, ആവശ്യത്തിന് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഇതിൻ്റെ പുറത്തിന് കിറ്റ്കാറ്റ് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാനൊരു കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുകയാണ്. ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടോടെ നമ്മുടെ ഗനാഷ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സൈഡിലേക്കൊന്നും ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സൈഡിൽ നമ്മുടെ കിറ്റ്കാറ്റ് വെക്കുന്നതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി വേണം നല്ല ഫിനിഷിങ് സൈഡിലും കൂടി കൊടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ സൈഡിലും കൂടി ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ താഴത്തോട്ട് ഒലിച്ചതൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിറ്റ്കാറ്റ് വെക്കുമ്പോൾ അതൊന്ന് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് മുകൾ ഭാഗത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കുകയാണെ. ആ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസൈനിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ ജെംസ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഓരോരോ കിറ്റ്കാറ്റായിട്ട് എടുത്തിട്ട് ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കുക. തന്നെ അവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ കേട്ടോ, അത് ഊരി പോകുമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് എല്ലാം ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഗനാഷിൻ്റെ ആ പോർഷനിൽ കുറച്ച് ജെംസ് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ആ ജെംസിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും എന്ന് വെച്ചിട്ടാണ് കേട്ടോ കീത്തൂടെ കിടന്ന് കളിക്കണത്. അവൾക്ക് സാധാരണ ചോക്ലേറ്റൊക്കെ അലർജിയാണ്, പക്ഷേ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ പാവം തോന്നിയിട്ട് 1-2 കൊടുക്കും. അപ്പോൾ ജെംസ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇതുപോലത്തെ ചോക്ലേറ്റ് സിഗരറ്റ്സ് വെച്ച് കൊടുക്കുകയാണ്. ആക്ച്വലി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അല്ല കേട്ടോ, ഇതൊരു കോഫി ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലത്തെ ഞാൻ ജസ്റ്റ് വെറുതെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത് വേണമെന്നൊന്നുമില്ല. ഇനി എൻ്റെ പുറത്ത് നമുക്ക് കിറ്റ്കാറ്റ് തന്നെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ ഒരു കിറ്റ്കാറ്റിൻ്റെ ചുറ്റും ഒരു റെഡ് റിബൺ, അത് കോമൺ ആയിട്ട് ഈ ഒരു കിറ്റ്കാറ്റിൻ്റെ മോഡലിൽ കാണുന്ന ഒരു എന്താ പറയുക ഡെക്കറേഷൻ തന്നെയാണ്. ഇതുപോലത്തെ റെഡ് അല്ലെങ്കിൽ ഗോൾഡനോ സിൽവറോ നല്ല റിബൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ആ ഒരു കിറ്റ്കാറ്റ് അവിടെ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോകുമ്പോഴൊക്കെ വീഴാതെയൊക്കെ ഇരിക്കും, പിന്നെ ഒരു ഭംഗിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റിബണൊക്കെ കെട്ടി നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് 1685 ഗ്രാം, അതായത് 1 കിലോ 685 ഗ്രാമാണ് ബോർഡ് അടക്കം. അതാണ് ഞാൻ പറഞ്ഞത്, 1.5 കിലോന് മുകളിൽ ഏകദേശം വരും. കാരണം അതിൽ കിറ്റ്കാറ്റിൻ്റെ വെയിറ്റും കൂടിയും വരുമല്ലോ, പിന്നെ ഗനാഷിന് ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടിയാണ് ഇത്രയും വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ക്രിസ്മസിനുള്ളൊരു ഓർഡർ ആയിരുന്നു, പക്ഷേ എനിക്ക് അന്ന് ആ സമയത്തൊന്ന് വീഡിയോ എടുത്ത് വെച്ചു ഞാൻ മാത്രം, അല്ലാണ്ട് ഇടാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പതുക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ടോപ്പേഴ്സ് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന കടയിൽ കിട്ടും കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു രസമല്ലേ ആദ്യമായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേക്ക് ടോപ്പേഴ്സ് ഇതുപോലത്തെ 2 സ്റ്റാറും ഞാൻ എക്സ്ട്രാ കുത്തി വയ്ക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കിറ്റ്കാറ്റ് കേക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട. ഇനിയുള്ള ബർത്ത്ഡേസിനൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.